ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. സോറി, ഇന്നത്തെ വീഡിയോ അല്ല, ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ എല്ലാവരും ഒരുങ്ങി പോകുന്നത് എങ്ങോട്ടാണ് എന്നല്ലേ. എല്ലാവരും ഒരുങ്ങി റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ താത്തയും മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ബത്തേരിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഞാനും മാറ്റി, ഞങ്ങളെല്ലാവരും പിന്നെ ഒന്ന് മാറ്റി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഫോട്ടോ എടുപ്പ് നമുക്ക് നിർബന്ധമാണല്ലോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് അതിന് ശേഷം നേരെ ഞാനും താത്താൻ്റെ ഒരു മോനും എൻ്റെ മോനും കൂടി, ഞങ്ങൾ മാത്രം 3 പേരും വണ്ടിയിലും പോയി. അതിൻ്റെ ശേഷം ഉമ്മയും താത്തയും 2 മക്കളും കൂടി ബസ്സിലും കയറി കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോവുകയാണ്, ബത്തേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പോകുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ പഠിച്ചിറങ്ങിയ കോളേജിൽ വെച്ചിട്ട് ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടുത്തെ ആനുവൽ ഡേ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആനുവൽ ഡേക്ക് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത് ബത്തേരി മുനിസിപ്പാലിറ്റീൻ്റെ ബിൽഡിങ്ങിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വേഗം തന്നെ അവിടെ എത്തി കേട്ടോ. 10 മണിക്കായിരുന്നു പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളൊരു 10-10:15 ആയപ്പോഴേക്കും അവിടെ എത്തി. എനിക്ക് ബാഡ്ജ് കിട്ടി. ഞാൻ ബാഡ്ജൊക്കെ കുത്തി അങ്ങ് കയറി. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഏകദേശം 10 മണി എന്ന് പറഞ്ഞാലും ഒരു 10-11 മണിയായി പരിപാടികളൊക്കെ തുടങ്ങിയപ്പോഴേക്കും. അപ്പോഴേക്കും ഓരോരുത്തരൊക്കെ എത്തി തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. കുറേ ആളുകളുണ്ടായിരുന്നു. നമ്മുടെ കേരള അക്കാദമി, ഞാൻ പഠിച്ച കോളേജ് കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗ് ആയിരുന്നു കേട്ടോ. അതിൽ പാരാമെഡിക്കൽ വിഭാഗത്തിൽ ഫാർമസി കോഴ്സാണ് ഞാൻ പഠിച്ചിരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും പരിപാടി ഇപ്പം തുടങ്ങും എന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരും ആദ്യം എത്തി, സ്കൂട്ടിമേലായതുകൊണ്ട് തന്നെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ഇവരും എത്തി കേട്ടോ. ഇവരും എത്തി. ഇതാ കുഞ്ഞിപ്പെണ്ണ് ഇങ്ങനെ എന്താ കുറേ ആളും ബഹളവും ബലൂണും ലൈറ്റും ഒക്കെ കണ്ടിട്ട് എല്ലാം കണ്ട ഒരു ആകാംക്ഷയിൽ 30 ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും തോട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കുഞ്ഞു ഭാവി ആയതുകൊണ്ട് തന്നെ തിരിച്ചും ഒരു ചിരിയും കളിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞു. പിന്നെ പരിപാടികൾ തുടങ്ങാനായിട്ടോ. തുടങ്ങിയ സമയത്ത് ഫസ്റ്റ് തന്നെ പാട്ടായിരുന്നു ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പരിപാടി ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കോളേജ് പഠിച്ചിരുന്ന സമയത്ത് ഇതേപോലത്തെ പരിപാടികൾ ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാളൊക്കെ ഗംഭീരമായിട്ട് പ്രാവശ്യം നമ്മൾ ഇറങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഇറങ്ങിയതിൻ്റെ ഐശ്വര്യം. പരിപാടിയൊക്കെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞിരുന്നു. അതിന് മുനിസിപ്പാലിറ്റിയത്തെ എല്ലാ ആളുകളും ഉണ്ടായിരുന്നു കേട്ടോ. ചെയർപേഴ്സണും ചെയർമാൻമാരും ഒക്കെ ആയിട്ട് ആരൊക്കെയോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മനോജ് ഗിന്നസ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹമായിരുന്നു നമ്മുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അടിപൊളി പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു കേട്ടോ. നമ്മളെല്ലാം ഇരിക്കുന്നവരെല്ലാം, സദസ്സിലിരിക്കുന്ന എല്ലാ ആളുകളെയും നല്ല അടിപൊളിയായിട്ട് കുടാ ചിരിപ്പിച്ചിട്ടാണ് ഓരോരുത്തരും പ്രോഗ്രാം അവതരിപ്പിച്ചത് കേട്ടോ. നല്ല എന്താ പറയുക, ഒരു സ്പെഷ്യലി ഭയങ്കരമായിട്ട് നമ്മളങ്ങ് അങ്ങ് അലിഞ്ഞിരുന്നു പോവില്ലേ, അതുപോലെയുള്ള അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയായിരുന്നു. അങ്ങനെ പിന്നെ അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ കുറേ സ്കിറ്റൊക്കെ അവതരിപ്പിച്ചു കേട്ടോ. ചാനൽ ഷോകളിലും ഒരു കാലത്തിന്റെ തരംഗമായിരുന്ന കോമഡി സീരിയലുകളിലും ജനപ്രിയ ചലച്ചിത്രങ്ങളിലും മലയാളിക്ക് ഇഷ്ടം അതിനുശേഷം പിന്നെ എല്ലാവരെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ച് നമ്മുടെ പരിപാടി ഉദ്ഘാടന ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു കേട്ടോ. എല്ലാവരും തിരികൊളുത്തി നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഉദ്ഘാടന ചടങ്ങും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിയായിട്ട് എല്ലാ പരിപാടികളും നല്ല അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത പരിപാടികളിലേക്ക് പോവുകയാണ്. ഏതായാലും കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിന്റെ 27ാമത് വാർഷികമാണ് നിലയിൽ കോളേജിലെ ജേക്കബ് സാറിനുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ പറയുന്നത്. അദ്ദേഹം അങ്കമാലിക്കാരനാണെന്നാണ് ഞാൻ പറഞ്ഞത്. എപ്പോഴും പറയാനാണ് വലിയ സ്കൂൾ കുട്ടികളാണ്. നമ്മൾ ആരെങ്കിലും ഒരു ബൈക്കിന്റെ പേര് പറയാമോ? കേട്ടോ നേരെ നമ്മുടെ ഏറ്റവും ആരെങ്കിലും ബൈക്ക് റോയൽ എൻഫീൽഡ് ആരെങ്കിലും ബൈക്കിന്റെ ശബ്ദം ഞാൻ നൽകിയിരിക്കണം. നല്ല തരത്തിൽ കഴിക്കണം, നല്ല തരത്തിൽ കഴിക്കും. ഓക്കെ, എനിക്ക് ഇഷ്ടമല്ല. ഒരു മലയാളത്തിൽ ഞാൻ കളിയാക്കുക. അപ്പൊ ഈ ബൈക്ക് ഇങ്ങനെ മലയാളത്തിൽ കളിയാക്കുമ്പോൾ ഒരു ബൈക്കിന് ഇഷ്ടപ്പെടണം. ഇന്ന് ആ ബൈക്കില്ല, ഇന്ന് ആ ബൈക്കിന് മോഹം വിലയാണ്. ഏതൊക്കെ പറയാം, പട്ടി ചേർന്ന് പുതിയ അടിച്ചു കൊണ്ടാണ് പറയാൻ ആരും യവ അപ്പോൾ നല്ല രീതി. അപ്പൊ യവ തിരിച്ച് ഈ എൻഫീൽഡ് മലയാളത്തിൽ കളിയാക്കുക.
ഒരു കണ്ടുപിടുത്തം നടത്തുന്നത് പെൺകുട്ടികൾ കൈയടിച്ചാൽ അവിടെ ഈ ഭാഗത്തുള്ള ഞരമ്പുകൾ വഴി രക്തം മുഖത്തുള്ള സൗന്ദര്യം ഉണ്ടാകുന്നത്. ഞാനിത് പറഞ്ഞ പേറ്റോട് കൈയടിച്ചത് ചേട്ടന്മാരാ തോന്നുന്നു. ചേട്ടന്മാർക്ക് എന്റെ ഒരു ഹൃദയം പറഞ്ഞ നന്ദി ഈ ഒരു അവസരത്തിൽ ഞാൻ മലയാള മിമിക്രി വേദിയിൽ നിന്ന് മലയാള സിനിമയിലെത്തിയ ഹരിശ്രീ അശോകൻ. നിന്റെ മൂക്കിന്റെ താടികളിൽ പൂടിയിട്ടില്ല. അതിങ്ങനെ സിനിമ സ്റ്റൈലിൽ മേപ്പോട്ട് പിരിച്ചു വെച്ച പേടിക്കുന്ന രാഷ്ട്രീയക്കാർ നേതാക്കന്മാരുണ്ടാവും. രണ്ടര 3 ലക്ഷം ആളുകൾ 3 ദിവസം കൊണ്ട് കണ്ടിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ഒരു കഥാപാത്രം അവതരിപ്പിച്ച വ്യക്തിയാണ് മധുലാൽ കൊയിലാണ്ടി. ഞാൻ റിസീവർ ഒരു തെറ്റ് ചെയ്തില്ല. അതുമാതിരി മൈക്കിനോട് പഠിക്കുന്നത് എന്താണ് കാര്യം പറ, കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളതാ. കിട്ടി നല്ലൊരു കൈയോടി പൊട്ടി കൈയടി. ഇംഗ്ലീഷ് ആണെങ്കിലും മലയാളത്തിന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നുണ്ട്. മറ്റൊരു വാക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അമ്പോട്ട് വേണ്ടേ? 50 രൂപ വേണ്ടേ? ഞാൻ പറയുന്ന ശൈലി വഴി മനസ്സിലായി. 50 രൂപ വേണ്ടേ? വേണം. ഓക്കെ, അടുത്തതാണ് ആരെ കൂടെ ആരംഭിക്കുന്നത്? ഇവിടെ അച്ഛനോടെ, അച്ഛൻ അമ്മയോടെ. സാരല്ലേ? ഓക്കെ, പരിപാടി കഴിഞ്ഞപ്പോ ദൈവം മട്ടിലിട്ട് പിന്നെ പക്ഷേ ജേക്കബ് സാറെ പ്ലീസ് ചിരിക്കാൻ വേണ്ടിയാണ് ദേവതയ്ക്ക് പേയ്മെന്റ് തരാണ്ടിരിക്കുന്നത്. ഓക്കെ, കുങ്കിയമ്മ. കിണ്ടി കഴുകുമ്പോൾ ഇതിങ്ങനെയല്ല പറയേണ്ടത്. ഇത് പറയേണ്ടത് എങ്ങനെ? മാവൻ പറഞ്ഞാൽ മാവൻ പറയുന്ന ഒരു സ്പൂൺ പറഞ്ഞ മൈക്കടുത്ത് പിടിച്ചോ, പെട്ടെന്ന് പിടിച്ചോ. 50 രൂപ നഷ്ടപ്പെടുത്തരുത്. കുങ്കിയമ്മ കിണ്ടിയമ്മ കിണ്ടി കൂടി വിടും, കുങ്കിയമ്മ കിണ്ടിയമ്മ കിണ്ടി കൂടി വിടും, കുങ്കിയമ്മ കിണ്ടിയമ്മ കിണ്ടി കൂടി വേണം 3 പ്രാവശ്യം. കുങ്കിയമ്മ കിണ്ടിയമ്മ കിണ്ടി കൂടി വിടും, കുങ്കിയമ്മ കിണ്ടിയമ്മ കിണ്ടി കൂടി വിടും, കുങ്കിയമ്മ കിണ്ടിയമ്മ കിണ്ടി കൂടി വേണം 3 പ്രാവശ്യം. അങ്ങനെ
പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അതിൻ്റെ ഇടയ്ക്ക് എന്നെയും കൂടി വിളിച്ചു കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള കാരണം തന്നെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ ഫാർമസിയിൽ ടോപ്പറായിട്ട് എനിക്കായിരുന്നു കേട്ടോ ഫസ്റ്റ് കിട്ടിയത്. അതിനൊരു മൊമെൻ്റൊക്കെ തരാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചതായിരുന്നു. അങ്ങനെ പിന്നെ ഏതായാലും ഞാൻ അവിടെ പോയി. അതിൻ്റെ ശേഷം നമുക്കൊരു ട്രോഫിയൊക്കെ തന്നു കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു ട്രോഫി ആയിരുന്നു. ഉന്നത വിജയം നേടിയതിന് ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ട്രോഫി വാങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇന്നലെ പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഭയങ്കര സന്തോഷമായിട്ടോ, ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. അതിന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ ചേട്ടൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. മനോജ് ഗിന്നസിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മണിച്ചേട്ടൻ്റെ മിനി മണിച്ചേട്ടൻ എന്നറിയപ്പെടുന്ന ആളുടെ കൂടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ കഴിഞ്ഞിട്ട് നമ്മുടെ സ്കിറ്റ് അവതരിപ്പിച്ച ആൾ, അങ്ങനെ എല്ലാവരുടെ കൂടെ നിന്ന് ഓരോ സെൽഫിയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് എടുത്തതിൻ്റെ ശേഷം ഞങ്ങൾ പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പരിപാടി കഴിയാൻ കാത്തുനിന്നില്ല കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈവനിങ് ഡ്യൂട്ടിക്ക് കയറേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വേഗം ഇറങ്ങി. പിന്നെ ഉച്ച സമയമായതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ ഓരോ ചായയൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. പിന്നെ ഞങ്ങൾ 3 പേര് ഏതായാലും കുടുങ്ങിയല്ലോ, വണ്ടി കൊണ്ടാണല്ലോ. പിന്നെ ഒന്നും നോക്കാനില്ല. പിന്നെ ഞങ്ങൾ പിന്നെ വേഗം തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ. എനിക്ക് തിരിച്ച് ഡ്യൂട്ടിക്ക് കയറേണ്ടതാണ്, 2 തിരിയലൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.